ഹായ് ഫ്രണ്ട്സ്, നോൺ വിഷ്വൽ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓഡിയോ ലാബിൻ്റെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതായത് ഓഡിയോനെ നമുക്ക് എങ്ങനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓഡിയോനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓഡിയോ ലാബ് ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ ഉള്ള ഒരു ഇമേജ് ഉപയോഗിച്ച് നമുക്ക് ഓഡിയോനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇമേജ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഒരു ഓഡിയോനെ വീഡിയോ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഓഡിയോ ലാബ് ഓപ്പൺ ചെയ്യുന്നു. ഓഡിയോ ലാബ് ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പം നമ്മൾ അവിടെ ഓഡിയോ ടു വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് സ്വൈപ്പ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓഡിയോ ടു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഓഡിയോൻ്റെ ലിസ്റ്റിലേക്കായിരിക്കും പോവുക. നമുക്ക് വേണ്ട ഓഡിയോ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ വെറുതെ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഒരു ചെറിയൊരു ഓഡിയോ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു സ്ക്രീനിലേക്ക് എത്തും. ആ സ്ക്രീനിൽ നമുക്ക് സ്വൈപ്പ് ചെയ്ത് നോക്കാം. ഓഡിയോ ടു വീഡിയോ. യെസ്, നമ്മുടെ വീഡിയോയുടെ പേരാണ് ആദ്യം പറഞ്ഞത്. അവിടെ നമുക്ക് വീഡിയോൻ്റെ പേര് എന്താണോ അത് കൊടുക്കാം. അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡേറ്റ് ബോക്സ് വരും. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള പേര് കൊടുക്കാം. ദെൻ വീണ്ടും റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് നോക്കുന്നു. അത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഓഡിയോ നമുക്ക് അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇമേജ് ടു വീഡിയോ അത് ടിക്ഡ് ആണോ നോക്കുക. പിന്നെ സെലക്ട് ഇമേജ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോയിൽ വെക്കാനായിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനത് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ട് ഫയൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഫയൽസ് ഞാനത് സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെലക്ഷൻ പിന്നെ വരുന്ന വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ ഗാലറി ആയിരിക്കും. അപ്പോൾ ആ ഗാലറിയിൽ നിന്ന് നമുക്ക് വേണ്ട ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുക. ഒന്നില്ലെങ്കിൽ നമുക്കൊരു സൈറ്റഡിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ലാസ്റ്റ് നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ കിടപ്പുണ്ടാവും നമുക്ക് വേണ്ട ഇമേജ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഇമേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോക്കസ് പഴയ സ്ക്രീനിലേക്ക് തന്നെ വരുന്നതാണ്. ഞാൻ ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് നോക്കുകയാണ്. അവിടെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ പറയാൻ പോകുന്നത്. ടിക്ഡ് ഡിഫോൾട്ട്. ഡിഫോൾട്ടിലായിരിക്കും നമ്മുടെ ഫോക്കസ് ഇരിക്കുന്നത്. എന്നാൽ ഈ ഡിഫോൾട്ട് എന്നുള്ളത് മാറ്റി നമ്മുടെ ഒന്നുകൂടെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നു. നോട്ട് ടിക്ഡ് സെൻറ്റർ ക്രോപ്പ്. അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ടിക്ഡ് ആക്കി വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ ഈ വെക്കുന്ന ഇമേജ് കറക്റ്റായിട്ട് ആ സ്ക്രീനിൽ ഫിറ്റ് ആയിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇമേജിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ അവിടെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷനാണ്. ഇനി ഇത്രയേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് സേവ് കൊടുക്കാം. നമ്മുടെ ഓഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇമേജ് ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ, അതായത് ഇമേജ് ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇമേജിന് പകരം നമ്മൾ ഈ പ്ലേ ചെയ്യുന്ന ഓഡിയോവിൻ്റെ ഫ്രീക്വൻസി വേവ്സ് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നമുക്ക് വെക്കാം. അതിനുള്ള ഓപ്ഷൻസും കൂടി ഇവിടെ ഉണ്ട്. അത് ഇമേജ് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ മാത്രം നമുക്കത് കൊടുക്കാവുന്നതാണ്. ഞാൻ സ്വൈപ്പ് ചെയ്ത് ഷോ വേവ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് താഴെ 1-2 ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ വേവ്സ്, നമ്മുടെ ഓഡിയോൻ്റെ വേവ്സ് അതിനകത്ത് കാണിക്കാവുന്നതാണ്. ഇനി നമുക്ക് സേവ് ബട്ടൺ കൊടുക്കാം. സ്വൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ സേവ് കുറച്ച് താഴെ ആയിട്ടുണ്ട്. സേവ് ബട്ടൺ. ഈ സേവ് ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എസ്റ്റിമേറ്റഡ് ടൈം ലെഫ്റ്റ് കാൽക്കുലേറ്റിംഗ് എന്ന് പറഞ്ഞ് വരും. ചെറിയൊരു ഓഡിയോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കൺവേർട്ട് ആവും. വലിയൊരു ഓഡിയോ ആണെങ്കിൽ കുറച്ചൊരു സമയം എടുക്കും. അപ്പോൾ ഇത് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ പ്ലേ ചെയ്ത് നോക്കാനായിട്ടുള്ള ബട്ടൺ ഉണ്ട്. സ്വൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം നമ്മുടെ വീഡിയോൻ്റെ പേര് പറയും. ദെൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ പറയും. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്യുമ്പോൾ പ്ലേ ചെയ്ത് നോക്കാനുള്ള ബട്ടൺ ഉണ്ട്. ഇവിടെ നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലേ ചെയ്ത് നോക്കണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയാണ്. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഓഡിയോനെ വീഡിയോ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇത് ഓഡിയോലാബിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. താങ്ക് യു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്കിനിയും കണ്ടുമുട്ടാം.